ഇതേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ മുന്തിരിയാണേ. നമ്മൾ വെച്ച് പിടിപ്പിച്ചല്ലെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിവനെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? പക്ഷേ ഇത് നിറച്ച് പുളിയാട്ടോ, ഭയങ്കര പുളിയാണ്. പിന്നെ തത്തയെല്ലാം കൊണ്ടുപോകുന്ന കാരണം ഞങ്ങൾ ഒന്ന് പറിച്ചെടുത്തന്നേ ഉള്ളൂ. എനിക്ക് തിന്നോക്ക്. പാത്രത്തിൽ വെച്ച് ഇത് നമ്മുടെ അത്തിപ്പഴം എന്ന് പറയുന്ന സാധനം. അതും നമ്മളൊന്നും വെച്ച് പിടിപ്പിച്ചല്ല, ഈ വീടിൻ്റെ ഉടമസ്ഥൻ വെച്ച് പിടിപ്പിച്ച കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകം കണ്ടോ, കിളി കടിച്ചതാണ് അത് പൊട്ടിച്ച് കളഞ്ഞ്. എൻ്റെ അതിന് പശയൊക്കെ ഉണ്ട് അതിന്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കുറച്ചുണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിൻ്റെ അകമൊക്കെ നല്ല റെഡാണ്. പക്ഷെ നമ്മുടെ അവിടെയൊക്കെ വരുന്നത് ഇങ്ങനെ ഉണങ്ങിയിട്ടല്ലേ. പക്ഷേ ഇതെങ്ങനെ ഉണക്കണേന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ മാത്രമേ തിന്നാറുള്ളൂ, ഇത് ഇവരാരും അങ്ങനെ തിന്നാറില്ല. അതുകൊണ്ട് ഇത് അതിനകത്തൊരു പശയൊക്കെ ഉണ്ട്. പിള്ളേരത് പറിച്ച് കളിക്കുന്ന ചെറുത്. കണ്ടോ, പശയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഉണ്ടായതാണ് നമ്മുടെ ഒരു സാധനം മാത്രം ഉണ്ടായിട്ടുള്ളൊരു മരമാണ് ഇത്. നമ്മുടെ പച്ചയാണ്, ഇങ്ങനെ ആപ്പിളാണ്, പച്ചയായിട്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. നല്ല ഫ്രഷ് ആപ്പിളാണ്. ഇത് ഒരെണ്ണേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടായി. ഇത് നമ്മുടെ മാങ്ങ കേട്ടോ. ഇതുണ്ടായതാ. ഇതും ആ ചേട്ടൻ വെച്ച് പിടിപ്പിച്ചതാ. ഇത് ലൈറ്റ് ഇട്ടേക്കണ എന്നാത്തിനാണെന്നറിയോ? രാത്രി കിളിയൊക്കെ കൊണ്ടുപോകാതിരിക്കാനാ. പക്ഷേ കിളിക്കൊന്നും പേടിയുണ്ടെന്നൊന്നും തോന്നുന്നില്ല. മാങ്ങയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായതായിരുന്നു. അത് കുറേ കിളിയും അത് ഇതൊക്കെ കൊണ്ടുപോയി. വലയൊക്കെ ഇട്ടത് ശരിയായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉണ്ടായതൊക്കെ വെച്ചിട്ട് ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ. ബൈ ബൈ ഫ്രണ്ട്സ്.